സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്കൊരു ന്യൂസ് കണ്ടേച്ചും വെച്ച് വന്നാലോ? നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ആ സമയത്താണ് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ന്യൂസാണ്. ഇത്തരം ന്യൂസ് നമ്മൾ കേൾക്കുമ്പോൾ ഒട്ടും തന്നെ ഡിസ്റ്റർബ്ഡ് ആകേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ കാലങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്തു വന്ന പേരന്റിങ് സ്റ്റൈലാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്. ഇനി ഇങ്ങനെയുള്ള പേരന്റിങ് സ്റ്റൈൽസിന്റെ റിസൾട്ട് കാണാൻ വേണ്ടി നമ്മൾ നമ്മുടെ ചുറ്റുപാടും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ചാനലുകളും ഒന്ന് തുറന്നു നോക്കിയാൽ മാത്രം മതി. നിങ്ങൾക്കറിയാമോ, മനുഷ്യനും ഒരു ആനിമൽ തന്നെയാണ്, ഒരു മൃഗമാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും. അതിനകത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു മൃഗത്തിനെ കൺസിഡർ ചെയ്യുക. അത് ഒരു പശുവോ പാമ്പോ എന്തോ ആയിക്കോട്ടെ, അതിനൊരു കുട്ടി ഉണ്ടായിട്ട് അത് അതിൻ്റെ പേരൻസിനെ പോലെ മച്ചുവേർഡായി തീരുവാൻ വേണ്ടി അത്രയധികം സമയമൊന്നും എടുക്കത്തില്ല അല്ലേ? ഒരു പശുവിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 ഇയേഴ്സ് കൊണ്ട് തന്നെ അത് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആകും. അതിന് പിന്നെ കുട്ടികൾ ഉണ്ടാകാൻ ഉള്ള ശേഷിയാകും. അങ്ങനെ അത് എൻറ്റയർലി അതിൻ്റെ പേരൻസിനെ പോലെ ഒരു 1.5 ഇയേഴ്സ് കൊണ്ട് അത് ആയിത്തീരുകയാണ്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് ഈ ഒരു മച്ചുറേഷൻ പീരീഡ് എന്ന് പറയുന്നത് മൃഗങ്ങളെ പോലെ ചില മാസങ്ങളോ അല്ലെങ്കിൽ 1-2 വർഷമൊന്നും അല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു 20, 22 അല്ലെങ്കിൽ 23 വർഷം എടുക്കും എൻറ്റയർലി ഫുള്ളി മെച്ചുവേർഡായി മാറുവാനും റീപ്രൊഡക്റ്റീവ്ലി മെൻ്റലി ഫിസിക്കലി ഒക്കെയും അതൊരു അഡൽട്ടായി തീരുവാൻ വേണ്ടി, എന്ന് വെച്ചാൽ അതിൻ്റെ പേരൻറ്റിനെ പോലെ ആയി തീരുവാൻ വേണ്ടി. ഇത് എന്തുകൊണ്ടാണ് ഇത്രയേറെ സമയം എടുക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റുള്ള മൃഗങ്ങളെല്ലാം ജനിക്കുന്നത് തന്നെ അതിന് സർവൈവ് ചെയ്യുവാനുള്ള സ്കിൽസോട് കൂടെയാണ്. ഉദാഹരണം, ഒരു പാമ്പിന്റെ കുഞ്ഞ് മുട്ട വിരിഞ്ഞിറങ്ങുമ്പോൾ അമ്മപ്പാമ്പ് ഒരിക്കലും ആ കുഞ്ഞുങ്ങളെ ഇര പിടിക്കാനോ അല്ലെങ്കിൽ ഇഴയാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല. അത് മുട്ട ഇടുന്നു, അത് ഇതിലും പോകുന്നു, കുഞ്ഞുങ്ങൾ തനിയെ മുട്ട വിരിഞ്ഞിറങ്ങുന്നു, അത് ജീവിക്കുന്നു. ഇതൊന്നും അതിനെ ആരും പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെയും ആ മൃഗങ്ങൾ വളർന്നു വരുമ്പോൾ അത് ചെയ്ത് പോരുന്നു. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ സ്കിൽസും കൊണ്ടല്ല നമ്മൾ ജനിച്ചു വരുന്നത്. നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ പോലും കറക്റ്റായിട്ട് ഫുഡിനെ വാരി എടുക്കാൻ വരെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അല്ലേ? എഴുതാൻ പഠിപ്പിക്കണം, പഠിക്കാൻ പഠിപ്പിക്കണം, എങ്ങനെയുള്ള ഫുഡ് കഴിക്കണം, എന്തൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണ്ട, നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യണം, നമ്മൾ സൊസൈറ്റിയിൽ എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം നമ്മൾ പഠിച്ചു വന്നവരാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ട തന്നെ കാര്യമാണ്. ഇതൊന്നും ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല. എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് ഇതൊക്കെ അവർ പഠിച്ചെടുക്കുന്നത് അവരുടെ സറൗണ്ടിങ്സിൽ നിന്നാണ്. ഇതിൽ ഭൂരിഭാഗവും പഠിച്ചെടുക്കുന്നത് ഫാമിലീസിൽ നിന്ന് തന്നെയാണ്. ഇങ്ങനെ പഠിച്ചെടുക്കുന്ന ലെസൺസ് അവരുടെ ലൈഫിനെ ഏറ്റവും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇമോഷണൽ റെഗുലേഷനിലൂടെയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിലൂടെ ഒരു ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലെസൺസ് എല്ലാം അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലത്തോ നല്ല രീതിയിലുള്ള ഒരു അപ്ബ്രിങ്ങിങ് അവർക്ക് കിട്ടുന്നുണ്ടോ? ഐ എം നോട്ട് ആസ്കിങ് അബൌട്ട് നല്ല സ്കൂളിൽ വിടുന്നുണ്ടോ എന്നോ, അല്ലെങ്കിൽ അവർക്ക് നല്ല ഡ്രസ്സ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ടൈമിൽ ഫുഡ് കിട്ടുന്നുണ്ടോ, ഇതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് സ്വന്തമായിട്ട് ജീവിതം നയിക്കുവാൻ വേണ്ടി അവരെ നിങ്ങൾ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പലപ്പോഴും ഹാർഷ് പണിഷിങ് അപ്ബ്രിങ്ങിങ്ങും അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമാസും ഇവരുടെ അഡൽട്ട്ഹുഡ് ലൈഫിൽ ഒരു അഗ്രസീവ് അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഇവരിൽ ഉണ്ടാക്കുവാൻ കാരണമായി തീരും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മനുഷ്യനൊരു മൃഗമാണ്. ഏതൊരു മൃഗത്തിനെയും നമ്മൾ ഭയങ്കര വയലൻസ് ആയിട്ട് നമ്മൾ അതിനോട് പ്രതികരിച്ചാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു വയലൻസ് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. എന്തിനും മൃഗങ്ങളുടെ അടുത്ത് പോകുന്നത്? ഇത്രയും മുതിർന്ന നമ്മളുടെ അടുത്തും ആരെങ്കിലും ദേഷ്യമായിട്ട് ഇടപെട്ടാൽ ഉടനെ നമ്മളുടെ ഉള്ളിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് വരുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് അല്ല വരുന്നത്, നമുക്ക് തിരിച്ച് അവരോട് പ്രതികരിക്കാനുള്ളൊരു ദേഷ്യമാണ് വരുന്നത് അല്ലേ? സോ ഇത്രയും മുതിർന്ന മനുഷ്യർക്ക് ഈ ഇമോഷനാണ് വരുന്നതെങ്കിൽ അത്രയും കൊച്ചുകുട്ടികളിൽ ആ ഇമോഷൻ വരരുത്, അതിന് പകരം അവരിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് വരേണ്ടതെന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ മണ്ടത്തരം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഈ ഒരു സ്റ്റൈൽ ഇൻ ട്രീറ്റിംഗ് ചിൽഡ്രൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ആ സമയത്ത് അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും ഈ ഒരു ലോയ്ക്കെതിരെയായിട്ട് ഒക്കെയും പ്രതികരിച്ചിരുന്നു. സ്കൂളുകളിലെ ഹാർഷ് ആൻഡ് വൈൽഡ് പണിഷ്മെന്റ്സിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആ ഒരു തീരുമാനത്തിന്റെ ലക്ഷ്യം തന്നെ. കുട്ടികളുടെ സ്വഭാവ വൈകല്യങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും ഒക്കെ എൻകറേജ് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു അത്. പക്ഷേ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്തു വന്ന വയലൻസ് അല്ലെങ്കിൽ വയലന്റ് ബിഹേവിയറിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുവാൻ വേണ്ടി അത്ര തയ്യാറൊന്നും അല്ലായിരുന്നു. ഇന്നും പലയിടങ്ങളിലും അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടേ വരുന്നു. അതിൻ്റെയൊക്കെ കോൺസിക്വൻസ് നമുക്കിപ്പം കാണാനും പറ്റുന്നു. സോ ഇതിന് പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഹാർഷ് വയലന്റ് പണിഷിംഗ് എൻവയോൺമെന്റിലൂടെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവരുടെ ബ്രെയിനിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുട്ടികളെ ശിക്ഷിക്കുന്നത് അവർ തെറ്റ് മനസ്സിലാക്കി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ്. ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷണം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും വയലൻസ് അല്ല. നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലെ പോലെ ഒരു വയലന്റ് പണിഷിംഗ് ബിഹേവിയറിലൂടെയാണ് ഒരു കുട്ടി വളർന്നു വരുന്നതെങ്കിൽ അവരുടെ ഉള്ളിൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പകരം ഫിയർ എന്നൊരു ഇമോഷനാണ് വളർന്നു വരുന്നത്. ഇതുമൂലം
അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ബ്രെയിൻ സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ റീസണിങ് സെൻറ്റേഴ്സ് ആക്ടിവേറ്റ് ആകുന്നതിന് പകരം അവരുടെ ഇമോഷണൽ സെൻറ്റേഴ്സ് ആക്ടിവേറ്റ് ആകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറുന്നത് 8 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ്. കാരണം ഈ സമയത്താണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റും അവരുടെ ബോഡി ഡെവലപ്മെന്റിന് പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. സോ ഭയങ്കര അധികം വയലന്റ് പണിഷിംഗ് എൻവയോൺമെന്റിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ സ്ട്രെസ്, ഫിയർ, ഇങ്ങനെയുള്ള ഇമോഷൻസ് അവരുടെ ഇമോഷണൽ സെന്റേഴ്സിനെ ട്രിഗർ ചെയ്യുന്നത് മൂലം ഹൈ ലെവൽസ് ഓഫ് സ്ട്രെസ് ഹോർമോൺസ് ആണ് അവരുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹൈ ലെവൽസ് ഓഫ് സ്ട്രെസ് ഹോർമോൺസ് അവിടെ നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റിനെ തന്നെ അഫക്റ്റ് ചെയ്യുകയും ബ്രെയിൻ ഡെവലപ്മെന്റ് തന്നെ ഓൾട്ടേർഡ് രീതിയിൽ നടക്കുകയും ചെയ്യും. ഇങ്ങനെ പിന്നീട് അവരിൽ ഇമോഷണൽ ഡിസ്റെഗുലേഷനോ അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ഇമോഷനെ അടക്കി പിഴക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ട് അവർ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഭയങ്കര ഹാർഡായിട്ടുള്ള വയലന്റ് പണിഷ്മെന്റ് സിസ്റ്റത്തിലൂടെ അവരുടെ ബ്രെയിൻ പഠിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യേണ്ടത് ഇത്തരം വയലൻസിലൂടെ ആണ് എന്നാണ് അവരുടെ ബ്രെയിൻ പഠിക്കുന്നത്, റാദർ ദാൻ അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ ആൻഡ് ടേക്കിംഗ് എ ഗുഡ് ഡിസിഷൻ ഫോർ ദാറ്റ്. സോ ഇങ്ങനെ അവരുടെ ബ്രെയിൻ വയലൻസ് ആണ് എല്ലാത്തിനെയും സോൾവ് ചെയ്യുവാനുമുള്ള ഒരു വേ എന്ന് മനസ്സിലാക്കുകയും അവരുടെ ലൈഫ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന സമയം അവർ ഇതേ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അവരുടെ പേരൻസ് അവർ തെറ്റ് ചെയ്യുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്ന സ്ട്രാറ്റജി അവരുടെ പേഴ്സണൽ ലൈഫിൽ ആരെങ്കിലും അവർക്ക് ഇഷ്ടമല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും രീതികളോ പെരുമാറ്റങ്ങളോ കാണിക്കുമ്പോൾ ഇത് അവിടെയും ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങും. ഇങ്ങനെയാണ് ഒരു വയലന്റ്, ഹാർഷ്, പണിഷിംഗ് എൻവയോൺമെന്റിൽ വളർന്നു വരുന്ന ഒരു കുട്ടി സമൂഹത്തിന് ശരിക്കും ഒരു ത്രെട്ട് ആയി മാറുന്നത്. നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവരുന്ന കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവർ എക്സ്ട്രീം അഗ്രസീവ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. സോ അവരുടെ അപ്ബ്രിങ്ങിങ് either from their family or from their surrounding അവരെ അങ്ങനെ ആക്കി തീർത്തിരിക്കുകയാണ്. ഒന്നെങ്കിൽ ഏറ്റവും അഗ്രസീവായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടും. ഇതിൽ ഭൂരിഭാഗം കേസുകളും അവർക്ക് കിട്ടിയിരിക്കുന്ന ട്രോമാസ് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആയിരിക്കും. ഈ കാര്യത്തിൽ നമുക്ക് എൻ്റയർലി പേരൻസിനെ കുറ്റം പറയാൻ കഴിയുകയില്ല. ബിക്കോസ് പേരൻസ് ആകാൻ വേണ്ടി പ്രത്യേകം കോഴ്സസ് ഒന്നും ഒരിടത്ത് ഓഫർ ചെയ്യുന്നില്ലേ. എങ്ങനെ കറക്റ്റ് ഒരു പേരൻറ്റിങ് സ്റ്റൈൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചൈൽഡിനെ ബ്രിങ് അപ്പ് ചെയ്യണം, ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ എവിടെയും പഠിക്കുന്നില്ല. ആരൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞും കേട്ടതും വെച്ച് അല്ലെങ്കിൽ നമ്മളെ വളർത്തിയത് വെച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ കുട്ടികളെയും വളർത്തുകയാണ്. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജീസ് തെറ്റായിട്ടുള്ളതാണെങ്കിൽ അത് നമ്മളുടെ കുട്ടികളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. സോ ബിഫോർ ഹാവിങ് എ ചൈൽഡ് അതിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള കാര്യത്തിൽ നമുക്കുണ്ടാകേണ്ട നോളജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എന്നും നമ്മളുടെ അണ്ടറിൽ ജീവിക്കുന്ന ഒരു കൊച്ചു കുട്ടിയല്ല നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ കഴിയുമ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കേണ്ട ഒരു മനുഷ്യനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ളൊരു ബോധ്യം വളർത്തുന്നവർക്ക് ഉണ്ടാകേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. സോ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ എപ്പോഴും അവരോട് നൈസ് ആയിട്ടിരിക്കണോ, എല്ലാത്തിനും എസ് പറഞ്ഞു കൊടുക്കണോ എന്നൊക്കെയുള്ളൊരു പൊതുവെ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. പക്ഷെ അതങ്ങനെയല്ല. നമ്മൾ ക്ലിയർ ആൻഡ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് കുട്ടികൾക്ക് ഇട്ടിരിക്കണം. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾക്കും നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയണം. അത് ഇപ്രകാരം നമ്മൾ വീഡിയോയിൽ കണ്ടത് ഭയങ്കര അഗ്രസീവ് വയലന്റ് ബിഹേവിയറിലായിരിക്കരുതെന്ന് മാത്രം. നിങ്ങളുടെ ഇങ്ങനെയുള്ള സ്റ്റഡിനെസ് അവരിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കും. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഹാർഷ് വയലന്റ് എൻവയോൺമെന്റ് അല്ല. അവരെ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും അവരുടെ തോൽവികളിലും ജയത്തിലും അവരോട് കൂടെ ഇരിക്കുകയും അവർ തെറ്റിലേക്ക് പോകുമ്പോൾ സ്റ്റേൺ ആയിട്ടും ഡിസിഷൻസും ബൗണ്ടറീസും ലേ ഡൗൺ ചെയ്യുന്ന ഒരു പേരന്റ് ആകുക എന്നുള്ളതാണ്. ഇതൊന്നും അഗ്രസീവോ വയലന്റ് ബിഹേവിയറിലൂടെ പെട്ടെന്ന് അവരെ സപ്രസ് ചെയ്യാൻ വേണ്ടി എടുത്ത് ചാടി കാണിക്കുന്ന ഒരു പേരന്റിങ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെയുള്ള വയലന്റ് ബിഹേവിയേഴ്സ് കുട്ടികളുടെ അടുത്ത് എടുത്തിട്ട് പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം അവർ വലുതായിട്ട് തിരിച്ചിവരെ വയലന്റ് ബിഹേവിയേഴ്സ് ഇവരുടെ അടുത്ത് കാണിക്കുന്നത് അത്ഭുതപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യത്തുള്ളൂ. സോ അവരുടെ ഈ ഒരു ഡെവലപ്മെന്റ് ടൈമിൽ അവർക്ക് നല്ലൊരു ഗൈഡ് ആകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അവരുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ നല്ലൊരു സ്വഭാവം വാർത്തെടുക്കുവാനും. സോ ഈ കൊച്ചുകുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു ഇമോഷണലിയും മെന്റലിയും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ്ങിനെയാണോ അതോ നമ്മളൊരു വയലൻസിന്റെ സീഡിനെയാണോ പാകുന്നതെന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് പേരന്റിങ് ഒരു ഇച്ചിരി ചലഞ്ചിങ് ആണെന്ന്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പൊതി കെട്ടുന്നതോ അവർക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നതോ ടെക്സ്റ്റ് ബുക്ക് പൊതിയുന്നതോ ഇതൊന്നുമല്ല പേരന്റിങ്ങിനെ ചലഞ്ചിങ് ആക്കുന്നത്. പേരന്റിങ്ങിനെ ചലഞ്ചിങ് ആക്കുന്നത് നമ്മൾ അവർക്കൊരു റോൾ മോഡൽ ആകുമ്പോഴാണ്. നമ്മളുടെയൊക്കെയും സ്വഭാവങ്ങൾ എപ്രകാരം ആയിക്കോട്ടെ, നിങ്ങളൊരു പേരൻസ് ആയി മാറുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ മോശമെന്ന് തോന്നുന്ന സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യുവാനും അതിനെ ചേഞ്ച് ചെയ്യുവാനും ഇടയാകണം. അല്ലെങ്കിൽ ഇതേ നേച്ചേഴ്സ് നിങ്ങളുടെ കുട്ടികളിലും ഉണ്ടാകും. അത് നാളെ നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിനും അതൊരു ത്രെട്ടായി മാറുക തന്നെ ചെയ്യും. ഇനിയും ഈ ന്യൂസ് എല്ലാം കൂടെ കണ്ടിട്ട് ഇനി ആരും ചോദിക്കത്തില്ലെന്ന് കരുതുന്നു, എന്തുകൊണ്ട് ഈ തലമുറയിലെ പിള്ളേരെല്ലാം ഇങ്ങനെ ആയി പോയെന്നല്ലേ.